ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ ധ്യാനാത്മകമായി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നാം ഈ എഴുതി വെച്ചു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ആ കണ്ടുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കും. രണ്ട് ചെടിയുടെ കാര്യം പറഞ്ഞു. എന്റെ സമയം ഞാൻ പറഞ്ഞതിലും അതിക്രമിച്ചു പോയി. ഒന്നാമത്തെ ചെടി കൊഴുന്ത്. കൊഴുന്തിന് 4 പ്രത്യേകതകൾ. ഒന്ന്, മുഴുവൻ സുഗന്ധം നിറഞ്ഞതാണത്. രണ്ട്, ദൈവത്തിന്റെ കീർത്തി പ്രഘോഷിക്കുന്നതാണ്. 3, ശാശ്വതമായ അടയാളമാണ്. 4, ത്യാഗത്തിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ആരുടെ അനുഭവമാണ്? എസ്തേറിന്റെ കാര്യമാണ്. രണ്ടാമത്തെ ചെടി ഏത്? ഈസോപ്പ് ചെടി. അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ശുദ്ധീകരണത്തിന് മുഖാന്തരമായ ചെടിയാണ്. 2, വേദനിക്കുന്നവർക്ക് സാന്ത്വനം പകർന്ന ചെടിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചെടികളുമായി